ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ ഇന്ന് ബുൾസൈ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇവയൊക്കെയാണ് ഞാനിതിൽ ചേർക്കുന്നത്. ബുൾസൈ ആണ് ഉണ്ടാക്കുന്നത്. ബുൾസൈക്ക് പെപ്പറൊക്കെ അല്ലേ വേണ്ടത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞാൻ പെപ്പർ ഇടയ്ക്കൊക്കെ ചേർക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാൻ നേരത്ത് താണ്ട എണ്ണ വരുന്നില്ല. അത് പൊട്ടിച്ചിട്ടില്ല ഗൈസ്, അത് പുതിയതാണ്, മേടിച്ചതാണ് ഇന്ന്. അപ്പോൾ നമുക്കത് വലിച്ചൂരാം. അത് ഊരിട്ട് ശരിയാകുന്നില്ല. അവസാനം ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് അത് ഊരി. എന്നിട്ട് നമുക്കിനി അടപ്പ് വെച്ച് അടയ്ക്കാം. ഓക്കെ, നമുക്ക് അടപ്പ് തുറന്ന് വയ്ക്കാം. ഓക്കെ, നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് വേറൊരു സാധനമുണ്ട്, സ്ക്രബ്ബറോ അങ്ങനെ എന്തോ പറയും. ഇതാ ഈ സാധനം, ഇതിട്ടിട്ട് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരത്തി കൊടുക്കാം. കണ്ടില്ലേ? ഓ, ചൂട് വരുന്നു പുക. ഇനി നമുക്ക് മുട്ട പൊട്ടിക്കാം. ഓക്കെ, വീണു മുട്ട പൊട്ടിച്ചിട്ടു. ഓക്കെ, അതെൻ്റെ അച്ഛമ്മയുടെ അനിയത്തിയാണ് അവിടെ വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. സാധാരണ ആരും മഞ്ഞൾപ്പൊടി അല്ല ഇടുന്നത്, പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് അടുത്ത സാധനം ഇടാം. മഞ്ഞൾപ്പൊടി ഇങ്ങനെ കുറുകുറു ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പിടാം. അങ്ങനെ ഉപ്പ് ഇട്ടു. അടുത്തത് നമ്മൾ എടുക്കുന്ന സാധനം നമ്മുടെ മെയിൻ ആളാണ്. നമ്മൾ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഉപ്പല്ല, മുളകാണ്. മുളക്, അങ്ങനെ നമുക്ക് മുളകിടാം. സാധാരണ ബുൾസൈക്ക് പെപ്പറാണ് എല്ലാവരും ഇടുക. പെപ്പർ ഞാൻ തപ്പിയിട്ടൊന്നും അവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ മുളക് എടുത്തിട്ട് വന്നു. നമുക്ക് മുളക് ഇടാം. നമ്മുടെ ബുൾസൈ അങ്ങനെ അവിടെ റെഡിയായി. നമുക്ക് പതിയെ എടുത്ത കുഞ്ഞി പാത്രത്തിലോട്ടിടാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തിട്ട് പോണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ.